ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബാക്ക് ടു പ്രീമിയർ ലീഗ് എന്ന് തന്നെ പറയാം. വീഡിയോ ഇടയ്ക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ആക്ച്വലി, പക്ഷേ ഇടയ്ക്കൊരു പനി പിടിവിട്ടു. അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയിട്ടില്ല. ചിലപ്പം സൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഗാബ്രിയലിൻ്റെ ഇഞ്ചുറി വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇടയ്ക്ക് ചുമക്കിയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അർട്ടേറ്റയുടെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നാളെ നോർത്ത് ലണ്ടൻ ഡാർബി എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ടോട്ടൻഹാമിനെ നേരിടാൻ പോവുകയാണ്. ഈ ഗെയിമിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാബ്രിയലില്ല, നമ്മുടെ ലീഡർ ഗാബ്രിയലില്ല ഈ ഒരു ഗെയിമിൽ. കാര്യം ശരിയാണ്, നമ്മളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എന്നേ ഞാൻ പറയൂ. അത് ഗാബ്രിയലിൻ്റെ ആബ്സെൻസ് ഒരു വലിയ ആബ്സെൻസ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് തൽക്കാലം അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പ്ലെയേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് അർട്ടേറ്റയും പ്രസ് കോൺഫറൻസിൽ ചെയ്തത്. അധികം ആ ഇഞ്ചുറിയിൽ ചാഞ്ഞ് നിന്ന് അയ്യോ ഇതൊരു വലിയ മിസ്സാണെന്ന് പറഞ്ഞു. ബട്ട് നമുക്ക് പ്ലെയേഴ്സ് ഉണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നമ്മുടെ എനർജിയും കുറച്ച് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത്. പോസിറ്റീവിൻ്റെ കാര്യം പറയുമ്പോഴാണ്, പോസിറ്റീവ് ആണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ്. ഗ്യോക്കറേസ്, മാർട്ടിനെല്ലി, നോനി, ഓഡഗാർഡ്, കൈ ഹാവേർട്സ്, ഇവരെല്ലാവരും, ഹെസൂസ്, ഇവരെല്ലാവരും ട്രെയിനിങ്ങിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ആരൊക്കെ അവൈലബിൾ ആണെന്ന് ഉള്ള കാര്യത്തിൽ അർട്ടേറ്റ റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് ഷുവർലി ഇതിലെന്തായാലും ഓഡഗാർഡ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ നോനി അവൈലബിൾ ആയിരിക്കും, ഗ്യോക്കറൈസും അവൈലബിൾ ആയിരിക്കും. ഹേസൂസിനെ ഇപ്പോഴേ കൊണ്ടുവരത്തില്ലെന്ന് പ്രസ് കോൺഫറൻസിൽ ഒരു ഹിൻഡ് തന്നായിരുന്നു. ഒരു 2 വീക്സും കൂടെ കുറച്ചുകൂടെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഹേസൂസിനെ റിയൽ ഗെയിം കളിപ്പിക്കൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. സോ എന്തായാലും ഗ്യോക്കറൈസ് കാണും, ഓഡഗാർഡ് കാണും, നമ്മുടെ കൈ ഹാവേർട്സും കാണും. ഇത്രയും പേര് എന്തായാലും സ്ക്വാഡിലേക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു സ്ട്രോങ് ബിലീഫ്. അതേസമയം ടോട്ടൻഹാമിൻ്റെ കാര്യം നോക്കുക, അവർക്കും ഇഞ്ചുറീസ് ഒരുപാടുണ്ട്. സാർ, കൂഡൂസ്, സൊലങ്കി. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറും കൂഡൂസും അവൈലബിൾ ആണ്. കൂഡൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ടോപ്പ് അസിസ്റ്റിൽ ഉള്ള ആളാണ്. പ്രീമിയർ ലീഗിൽ 4 അസിസ്റ്റ് ഓൾറെഡി ഉണ്ട്, പ്രൊവൈഡറാണ്. സോ പുള്ളീനെ ലോക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യം ഇറ്റ് വിൽ ബി കീ എന്ന് തന്നെ പറയണം. ആൻഡ് സൊലങ്കി അവൈലബിൾ അല്ല. സോ അൺഫോർച്ചുനേറ്റ്ലി സൊലങ്കി ടോട്ടൻഹാമിന് വേണ്ടി അവൈലബിൾ അല്ല. ഒരു ഡേഞ്ചറസ് പ്ലെയറാണ്. അതെന്തായാലും ആർസണലിന് ഇറ്റ്സ് ഗുഡ് ന്യൂസ് എന്ന് തന്നെ പറയണം. സോ കമ്മിങ് ടു ടീം പറയുമ്പോൾ റായ ആയിരിക്കും കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിംബർ, സലീബ, മൊസ്കേറ, ഹിൻകപ്പിയ, ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം കാലഫിയോറിയും ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. കാലഫിയോറി ഫിറ്റാണ്, ബട്ട് കാലഫിയോറിനെ റിസ്ക് എടുപ്പിച്ച് ഈ കളി കളിപ്പിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഗാബ്രിയലിൻ്റെ സ്ഥാനത്ത് മൊസ്കേറയും, ഹിൻകപ്പിയ നമ്മുടെ കാലഫിയോറയുടെ സ്ഥാനത്ത് ഹിൻകപ്പിയനെ ഇടുമെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. സെൻട്രലിൽ ആസ് ഓൾവേസ് ഡെക്ലാൻ റൈസും സുബമെൻഡിയും, പിന്നെ എസെ സെൻട്രലിൽ കളിപ്പിക്കാൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓഡഗാർഡ് ചിലപ്പം എസേൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലും കാണും വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ട് 3 വരുമ്പം സാക്ക, മെറീനോ, ട്രൊസാർഡ്. എന്തായാലും ഗ്യോക്കറൈസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ് മെറീനോനെ വെച്ചിട്ടായിരിക്കും. സാക്ക, മെറീനോ, ട്രൊസാർഡ്, ഇങ്ങനെയായിരിക്കും ഒരു ലൈനപ്പ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലിപ്പം ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഗെയിമും മാൻ സിറ്റിയുടെ ഗെയിമും ഇന്നാണ്. സോ ആ റിസൾട്ട് എന്താണെങ്കിലും നമുക്ക് ഇപ്പം ബാക്കിയുള്ള ഗെയിമിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് അത്ര നല്ല പ്രാക്ടീസ് അല്ല. സോ നമ്മൾ നമ്മുടെ പണി ചെയ്യുക. 2 ഗെയിമും ടഫ് ഗെയിമാണ്. ന്യൂകാസിലാണ് മാൻ സിറ്റീനെ നേരിടുന്നത്, ലിവർപൂൾ നമ്മുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയാണ് നേരിടുന്നത്. 2 ഗെയിമും ടഫ് ഗെയിംസാണ്. സോ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നമ്മൾ നമ്മുടെ പണി ചെയ്യണം. ഈ ഒരു ടീം ഇറ്റ്സ് ഗുഡ് ഇനഫ് ടു ബീറ്റ് ടോട്ടൻഹാം എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയും, നമ്മളെന്തായാലും നാളത്തെ കളി ക്ലീൻ ഷീറ്റ് വെക്കത്തില്ല. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയുന്ന ഒരു ഹൈ സ്കോറിങ് ഗെയിമാണ്. ഒരു 3-1 ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഗോൾസ് കമ്മിങ് ഫ്രം നമ്മുടെ ഡെക്ലൻ റൈസും സാക്കയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സോ ലെറ്റ് സി ഹൗ ദിസ് ഗെയിം ഈസ് ഗോയിങ് ടു ഇവോൾവ് എന്ന് നമുക്കൊന്ന് കണ്ടു തന്നെ അറിയണം. ഞാൻ അത്ര 100%
ഫിസിക്കലി ഫിറ്റ് അല്ല, എനിക്കും ഇഞ്ചുറി പിടിവിട്ടു എന്ന് പറയേണ്ടി വരും. സോ മിക്കവാറും ഈ ഗെയിം ലൈവ് പോകാൻ സാധ്യതയില്ല. ഇപ്പം ഞാൻ ഫിറ്റാണെങ്കിൽ ലൈവ് പോവും. എനിക്ക് ലൈവ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ അത് നിങ്ങൾക്കും അരോചകമായിരിക്കും. സോ ലെറ്റ്സ് സീ ഹൗ ദാറ്റ്സ് കമ്മിങ്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.